നെൽപുര ഹോം സ്റ്റേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് പ്രിഫർ ചെയ്യുന്ന ഒരു ഹോം സ്റ്റേ ആണ്. ഫോറിനേഴ്സ് ഒക്കെ എൻ്റെ പെങ്ങൾ പുറത്താണ് അങ്ങനെയൊക്കെ അവരൊക്കെ വന്നു പോകുമ്പോൾ അവർ എന്നെ വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ് എന്നുള്ള രീതിയിൽ ആ ഒരു വലിയൊരു എക്സ്പ്രഷൻ. നമ്മളെന്നും വളരുകയും ഇവിടുത്തെ അസൗകര്യങ്ങളൊക്കെ കണ്ടൊക്കെ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് അതിനൊരു വലിയ പ്രസക്തി ഞാൻ അധികം കൊടുത്തിട്ടില്ല. പക്ഷെ ഇത് പുറത്തുനിന്ന് വരുന്നവർക്ക് ശരിക്കും അവരെ ഹൃദയത്തിൽ തൊട്ട് പറയുന്നെന്നുള്ള എനിക്ക് ബോധ്യമായപ്പോൾ ദിസ് ഇസ് എ ഗുഡ് പ്ലേസ് എന്ന് അത്രേ ഞാൻ വിചാരിച്ചുള്ളൂ. നമ്മളെല്ലാവരും യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ. ന്യൂ ഇയർ ഒക്കെ അടുത്ത് വരികയാണ്, എല്ലാവരും ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. സോളോ പോവുകയാണെങ്കിൽ നമ്മൾ സാധാരണ സ്റ്റേ ചെയ്യുന്നത് എവിടെയാ? ഹോസ്റ്റലിലോ ഹോട്ടലിലോ ആയിരിക്കും. ഫാമിലി ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ റിസോർട്ട്, ഹോം സ്റ്റേ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇവൾ എന്തായി പറയുന്നതെന്ന്. അതെ, ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഹോം സ്റ്റേ ബിസിനസിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ റെന്റിന് ഒരു ബിൽഡിംഗ് എടുക്കാൻ സാധിക്കുകയോ ചെയ്താൽ വളരെ സിമ്പിൾ ആയി നിങ്ങൾക്ക് ഹോം സ്റ്റേ ബിസിനസ് ആരംഭിക്കാം. ഈ ബിസിനസ് എങ്ങനെ ആരംഭിക്കാമെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? അതിന് ഫ്രീഡം ആപ്പ് നിങ്ങളെ സഹായിക്കും. ഹോം സ്റ്റേ ബിസിനസിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ മെന്റർ AJ ചാക്കോ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിനു മുമ്പേ ഞാൻ ഹോം സ്റ്റേ തന്നെ ഒരു ക്ലാസിഫൈ ചെയ്യണം, ഒരു പരിധി വരെ ക്ലാസിഫൈ ചെയ്യണം. ഒരു ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ള ഇതുണ്ട്, ഒരു ഹെറിറ്റേജ് ഉണ്ട്, ഒരു മീഡിയം ക്ലാസ്സിന് വരാൻ പറ്റിയ ഒരു 1000-1500 രൂപയുള്ള ഒരു ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് പോലത്തെ സ്റ്റേസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് ഒരു പ്രീമിയം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിലേക്കാണ് പോകുന്നത്. മറ്റേതാണെങ്കിൽ ഒരു ക്രൗഡ് വരുന്ന എവിടെ വേണേലും നമുക്ക് അങ്ങനെ തുടങ്ങാം. എങ്ങനെയാണെങ്കിലും ടൗൺ ഒക്കെ ആയതുകൊണ്ട് വരും. ചിലപ്പോ യു മൈറ്റ് ഗെറ്റ് മോർ ഗസ്റ്റ് ഓൾസോ, വൃത്തിയായിട്ടൊക്കെ ചെയ്താൽ മതി. ഈ ഇങ്ങനെ ഒരു കുറച്ചുകൂടെ റിമോട്ടായിട്ടുള്ള ഒരു സ്ഥലത്താണെങ്കിൽ അത് തീർച്ചയായിട്ടും അതൊരു നമുക്കൊരു ഭംഗിയാണ്, ഒരു ഭംഗിയുള്ള. ഞാനത് പറയാം, ഒരു പുഴയുടെ തീരം നല്ലതാ, കുറെ പച്ചപ്പുള്ള സ്ഥലം നല്ലതാ, മല, ബീച്ച്, ഇതൊക്കെ ഒരു നല്ല ലൊക്കേഷൻസാ. കാര്യം അവർക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ആക്ടിവിറ്റീസ് ഓൾസോ ആൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ. ഞാനിവിടെ വരുന്നവർക്ക് ഒരു ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് വില്ലേജ് വാക്ക്, സൈക്ലിംഗ്, കനൂ ട്രിപ്പ്, മസാജ്, ആയുർവേദിക് മസാജ്, കുക്കിംഗ് ഡെമോ. അല്ലല്ല, ഞങ്ങള് കുക്കിംഗ് ക്ലാസ് ആണ്. അത് എലാബറേറ്റ് സെഷൻ ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് then we have അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ഈവൻ we suggest them to travel in a ferry boat to Alleppey and with ordinary people. ഹോം സ്റ്റേ ബിസിനസ് എവിടെ ആരംഭിക്കണം, ലൊക്കേഷൻ എവിടെയായിരിക്കണം എന്നതിന്റെ ഒരു ചെറിയ ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതുകൊണ്ട് മാത്രമായില്ല, ഇതിനെക്കുറിച്ചുള്ള A to Z കാര്യങ്ങൾ അടങ്ങിയ കോഴ്സ് ഇപ്പോൾ ഫ്രീഡം ആപ്പിൽ ലഭ്യമാണ്. ഇതുവരെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമുക്ക് ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. നമുക്ക് ഈ ഹോം സ്റ്റേ ബിസിനസിന്റെ ലൊക്കാലിറ്റി നമ്മളിപ്പോൾ സാർ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിനുശേഷം അതിന്റെ ഒരു മാർക്കറ്റ് അതെങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട്? മാർക്കറ്റ് ഞാൻ വാട്ട് ഐ ഡിഡ് ഇൻ ദ ബിഗിനിങ്, ഞാൻ ഇവിടെ കൂടുതൽ ഇവര് ഹോം സ്റ്റേ യൂറോപ്യൻ ഗസ്റ്റിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവര് ഹോം സ്റ്റേ മാത്രമല്ല, അവർക്ക് ഹോട്ടൽസ് കാണും, ഹോം സ്റ്റേസ് കാണും. ദാറ്റ് വിൽ ബി എ മിക്സ്ചർ ഓഫ് ഫ്ലേവേഴ്സ്. അവരങ്ങനെയാണ് അവർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ ഫീൽഡിൽ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനികളെയൊക്കെ ഞാൻ പോയി കണ്ടെങ്കിലും അവരെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അവർക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഗസ്റ്റുകൾ, അവരുടെ കസ്റ്റമേഴ്സ് കാണും. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറണം. പക്ഷെ ഒന്ന് രണ്ട് ചാൻസ് കിട്ടിയാൽ അത് നമ്മൾ അവരെ അത് പ്രൂവ് ചെയ്ത് കൊടുത്താൽ ഡെഫിനറ്റ്ലി ദേ വിൽ. ആൻഡ് ദേ ഓൾവേസ് ടേക്ക് എ ഫീഡ്ബാക്ക് ഫ്രം ദ ഗസ്റ്റ്. അപ്പൊ ആ ഗസ്റ്റിന്റെ ഫീഡ്ബാക്ക് റിയലി കൗണ്ട്. അവര് ആ ഫീഡ്ബാക്കിനെ ബേസ് ചെയ്ത പിന്നുള്ള പ്രൊമോഷൻസ് അവര് വഴി നടക്കുന്നത്. ഓക്കെ സാർ, ഈ ഒരു ടൂറിസം മേഖലയിൽ ലോക്കൽ ടൂറിസ്റ്റ് നമ്മൾ അട്രാക്ട് ചെയ്യണം, അറ്റ് ദ സെയിം ടൈം ഇന്റർനാഷണൽ ടൂറിസ്റ്റിനെ നമ്മൾ അട്രാക്ട് ചെയ്യണം. അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ടൂറിസത്തിലേക്ക്, നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് അവർ അട്രാക്ട് ചെയ്യുന്നത്? അത് ഞാൻ പറയുന്നത് യു ഷുഡ് വൈസ്ലി ഡു ഇറ്റ്. ഓക്കെ. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ഇപ്പൊ ലോക്കൽ ടൂറിസം, ഒരു മലയാളി ക്രൗഡ് വരുന്നു, അല്ലെങ്കിൽ ഒരു യങ്സ്റ്റേഴ്സ് ക്രൗഡ് വരുന്നു. അങ്ങനെ വരികയാണെങ്കിൽ പ്രിഫറബിളി അവർക്ക് എൻറ്റയർ ഹൗസ് അവർ ചോദിക്കും 10 പേരുണ്ട്. ഓക്കെ, ഞാൻ പറയും 3 റൂമുണ്ട്, 6 പേർക്ക് കിടക്കാം, പക്ഷെ എക്സ്ട്രാ ബെഡൊക്കെ തരാം, 10 പേര് നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാം. അത് പക്ഷേ ഡ്യൂറിങ് ദാറ്റ് ടൈം യു ഷുഡ് നോട്ട് ഹാവ് എ ഫോറിൻ ഗസ്റ്റ്. കാര്യം ഈ നമ്മുടെ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് പാട്ട് പാടി, ഒന്ന് ബഹളം വെച്ചു, ദേ ഹാവ് എ ഡ്രിങ്ക്, അങ്ങനെയൊക്കെ വരുമ്പം
ഇത് ദേ മേ നോട്ട് അതേഴ്സ് അവർക്ക് കുറെ കൂടെ ക്വയറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ട്രൈ നോട്ട് ടു മിക്സ് ഇറ്റ്. ചിലപ്പോൾ ഓവർലാപ്പിംഗ് വരും. അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ എന്റെ ഗസ്റ്റിനോട് പറയും, എനിക്ക് 2-3 ഫോറിൻ ഗസ്റ്റ് ഉണ്ട്, അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകാത്ത ഇതാണ്, നിങ്ങൾ അടിച്ചു പൊളിക്കാൻ വരുന്നതാണോ, ആണെങ്കിൽ നമുക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാവോ എന്നൊക്കെ ചോദിക്കും. കാര്യം ഷെഡ്യൂൾ ചേഞ്ച് ചെയ്യും. അങ്ങനെ അതായിരിക്കും നല്ലത്. രണ്ടും കൂടെ മിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടും കൂടെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ എപ്പോഴും അവിടെ ഒരു ഇൻട്രസ്റ്റ്, ഡിഫറൻസ് ഇൻ ഇൻട്രസ്റ്റ് കാണും. ദ വേ വി ഗെറ്റ് എന്റർടൈൻഡ് ആൻഡ് ഹൗ ദേ ട്രൈ ടു എന്റർടൈൻ, അത് വ്യത്യാസമുണ്ട്. നമ്മൾ ഈ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാർ നമുക്കൊരു ഹോം സ്റ്റേ ഉണ്ട്, എന്നാൽ ആ സ്ഥലത്തൊരു ഹോം സ്റ്റേ അവൈലബിൾ ആണ് എന്ന് അറിയിക്കാനായിട്ട് നമുക്കിപ്പോ എല്ലാവർക്കും തുടങ്ങണമെന്നുണ്ട്. പക്ഷെ തുടങ്ങിയ ആൾക്കാരുടെ ചിലപ്പോൾ പലപ്പോഴും അവർക്ക് അത് ഏത് രീതിയിൽ അവരുടെ ലൊക്കേഷനിൽ ഒരു ഹോം സ്റ്റേ ഉണ്ട് എന്നറിയിക്കാൻ നമുക്ക് എങ്ങനെ പറ്റുന്നത്? എന്റെ പരിമിതമായ അറിവാണ് ആ കാര്യത്തിലുള്ള കാര്യം. യങ്സ്റ്റേഴ്സ് ആർ ബെറ്റർ ഇൻ ദാറ്റ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒക്കെ ഞാൻ എപ്പോഴും പറയാം, ഐ ഷുഡ് ലേൺ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് ഞാൻ പറയാറുണ്ട്. ഡെഫിനറ്റ്ലി ഐ ലേൺ ഇറ്റ് ഓൾസോ. അപ്പം ഇത് നമ്മൾ അറിയിക്കാനായിട്ടുള്ള ഒരൊറ്റ മെത്തേഡ്, വൺ ഈസ് വെബ്സൈറ്റ്, മൗത്ത് ടു മൗത്ത്. ഇത് പിന്നെ നമ്മൾ ഈ ട്രാവൽ ഏജൻസിനെയൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കൂടുതൽ കണക്ഷൻസ് ഉള്ളിടത്ത് അവരെയൊക്കെ ഒന്ന് അറിയിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പക്ഷെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഈസ് ദ ബെസ്റ്റ്, ബട്ട് ഐ ആം നോട്ട് എ റൈറ്റ് പേഴ്സൺ ടു give a detailed advice on that. Okay sir, okay. അപ്പോൾ ഓണസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഒപ്പീനിയൻ നമ്മൾ കണ്ടു. നമുക്ക് ഒരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് സാർ പറഞ്ഞു. അതായത് ലൊക്കേഷൻ നമുക്ക് അതിനടുത്ത് ഇപ്പോൾ ലേക്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മല പ്രദേശം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബീച്ച് ഉണ്ടെങ്കിൽ ഒക്കെ ഒരു അഡ്വാൻറ്റേജ് ആകും എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഹോം സ്റ്റേ ഉണ്ടെങ്കിൽ ധാരാളം ആൾക്കാർ ഇന്നത്തെ കാലത്ത് ഹോം സ്റ്റേ പ്രിഫർ ചെയ്യുന്നുണ്ട്. ഏത് ലൊക്കേഷനിൽ നിങ്ങൾക്ക് തുടങ്ങാം. സാർ പറഞ്ഞ പോലെ ആൾക്കാർ വന്നു പോകുന്ന ഏത് ലൊക്കേഷനിലാണെങ്കിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് സാർ പറഞ്ഞു. അത് ബിസിനസ് നന്നായിട്ട് പോവുകയും ചെയ്യും. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ആഡഡ് അഡ്വാൻറ്റേജ്. അപ്പോൾ നിങ്ങൾ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ലൊക്കേഷനായ, അല്ലെങ്കിൽ സാർ നേരത്തെ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് വരുന്ന ഗസ്റ്റിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനും കൂടി ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഏറ്റവും നല്ല ലൊക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സാർ ഇപ്പൊ നമുക്ക് പറഞ്ഞു. ആൻഡ് ആക്ടിവിറ്റീസിന്റെ അനദർ അഡ്വാൻറ്റേജ്, യു ആർ സെല്ലിംഗ് സം ഓഫ് ദി ആക്ടിവിറ്റീസ്. സൈക്കിൾ എന്ന് പറഞ്ഞാൽ യു ക്യാൻ ചാർജ് 100 rupees, 150 rupees. കനൂ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ വി ചാർജ് ഫോർ ദാറ്റ്. അപ്പൊ നമ്മുടെ ബോട്ട്മാനും എന്തെങ്കിലും കിട്ടും, ടിപ്പ് കിട്ടും. പിന്നെ കുക്കിംഗ് ക്ലാസ് വി ചാർജ്, ആയുർവേദിക് മസാജ് വി ചാർജ്. 50% goes to the person doing it. അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് അങ്ങനെയുള്ള കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പൊ അത് ഒരു ആക്ടിവിറ്റി മാത്രമല്ല, ദാറ്റ് വിൽ ജനറേറ്റ് ആൻ എക്സ്ട്രാ ഇൻകം ഫോർ. എല്ലാം ബിസിനസ് പൈസ ആ രീതി ആറ്റിറ്റ്യൂഡിൽ കൊണ്ടാകരുത്. ചിലപ്പോ ഫ്രീ. ഇപ്പൊ നമുക്ക് ഞാൻ പലപ്പോഴും ചിലപ്പോ ഐ ഫീൽ ചിലപ്പോ നമ്മുടെ കയ്യിൽ നിന്നുള്ളൊരു മിസ്റ്റേക്ക്, അവർക്കൊരു അൺഹാപ്പിനെസ് ഉണ്ടോ എന്നൊരു സംശയം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോമിസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല. Definitely we should compensate. Maybe buy an extra canoe trip. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കോമ്പൻസേറ്റ് ചെയ്യണം. അല്ലാതെ എല്ലാം നമ്മൾ പൈസ make sure they are going happily. അല്ലെങ്കിൽ ഒരു ഹാപ്പി മാൻ നോട്ട് പബ്ലിസൈസ് മച്ച്, പക്ഷെ അൺഹാപ്പി മാൻ വിൽ ലൈക്ക് എല്ലാവരോടും പറയാൻ ഒരു സാധ്യതയുള്ളതാണ്. അതൊരു ഹ്യൂമൻ സൈക്കോളജിയാണ്. സർ, ഈ നമ്മുടെ ലൊക്കേഷൻ ബേസ് ചെയ്ത് ഇപ്പോൾ ഒരുപാട് ഹോം സ്റ്റേസ് തുടങ്ങുകയാണെങ്കിൽ ആ ഒരു കോമ്പറ്റീഷൻ അതെങ്ങനെ സാർ കാണുന്നു? ഒരുപാട് തന്നെ ഒരുപാട് ഹോം സ്റ്റേ വന്നു കഴിഞ്ഞാൽ അത് ഒരു ത്രെറ്റാണോ, അതൊരു ഓപ്പർച്യൂണിറ്റി ആണോ, അത് നല്ലതാണോ? അത് ത്രെട്ടും ഉണ്ട്, ഓപ്പർച്യൂണിറ്റിയും ഉണ്ട്. നമുക്ക് ബിസിനസ് നമ്മൾ മാത്രമേ നിന്നാവുള്ള ആറ്റിറ്റ്യൂഡ് ശരിയല്ല. ഞാൻ പറയാം, എനിക്കൊരു ജർമ്മൻ ഗ്രൂപ്പ് വരുമായിരുന്നു 3-4 വർഷം. മാർക്കോപോളോ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്, സീത ട്രാവൽസ് വഴിയാണ് പറഞ്ഞിരുന്നത്. അവര് വരുമ്പോ ഒരു 15 പേരൊക്കെ 15-18 പേരൊക്കെ കാണും. എനിക്ക് അയക്കാൻ അക്കോമഡേറ്റ് ഉള്ളി 6 അല്ലെങ്കിൽ 8 പീപ്പിൾ. അപ്പം എന്റെ അടുത്തുള്ള ഹോം സ്റ്റേ അവരുമായിട്ട് ഷെയർ ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ആക്ടിവിറ്റീസും എല്ലാവരും യൂണിഫോം ആയിട്ട്. എന്നിട്ട് ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ വന്നിട്ട് ഒരു കുക്കിംഗ് ഡെമോ, ഈ എല്ലാ ഗ്രൂപ്പും എല്ലാവരും കൂടെ ഒന്നിച്ച് വന്ന് ഇവിടെ കുക്കിംഗ് ഡെമോ, സ്കൂൾ വിസിറ്റ്, അങ്ങനെയൊക്കെ ചെയ്യാം. അതുകൊണ്ട് ഗീവ് ആൻഡ് ടേക്ക്, അവർക്കും പ്രയോജനം കിട്ടും, നമുക്കും പ്രയോജനം കിട്ടും. ഡെഫിനറ്റ്ലി ദർ വിൽ ബി എ കോമ്പറ്റീഷൻ. അത് ഉണ്ടാവും. എന്നും പറഞ്ഞ ഒരാൾ വന്നു എന്നും പറഞ്ഞ് നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇഫ് യു കീപ് ദ ക്വാളിറ്റി, ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് ഇറ്റ്. അല്ല, മറ്റു ഹോം സ്റ്റേ ആയിട്ട് ടൈപ്പ് അങ്ങനെ എന്തെങ്കിലും വെക്കാറുണ്ടോ? ടൈപ്പ് വെക്കാൻ പറ്റിയത്, ഇപ്പം സപ്പോസ് യു ഹാവ് എ ഹോം സ്റ്റേ ഇൻ കുമിളി, അല്ലെങ്കിൽ വേറൊരു ലൊക്കേഷനിലാണെങ്കിൽ മേക്ക് ഷുവർ അവരും നമ്മളുടെ അതേ സ്റ്റാൻഡേർഡിലൊക്കെ
പോകുന്നവരാണെങ്കിൽ അവർക്ക് നമുക്ക് റെക്കമെൻഡ് ചെയ്യാം, നമ്മളെ അവർക്ക് റെക്കമെൻഡ് ചെയ്യാം. ഞാൻ ഐ എം നോട്ട് ഡൂയിങ് മച്ച് ഇൻ ദാറ്റ് വേ. അത് ചെയ്യാൻ പറ്റിയ ഒരു നല്ല കാര്യമാണ്. ഒരു ഹോം സ്റ്റേ ബിസിനസ്സിനായി ശരിയായ സ്ഥലം തിരഞ്ഞെടുക്കുന്നത് നിർണായകമാണ്. കാരണം അത് ആ ബിസിനസിന്റെ വിജയത്തെയും ലാഭത്തെയും സാരമായി ബാധിക്കും. നിങ്ങളുടെ ഹോം സ്റ്റേ ബിസിനസ്സിനായി ഒരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ പരിഗണിക്കേണ്ട ചില ഘടകങ്ങൾ ഇതാ. വിനോദസഞ്ചാരികളുടെ ആവശ്യം. കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രദേശങ്ങൾ ഗവേഷണം ചെയ്യുകയും തിരിച്ചറിയുകയും ചെയ്യുക. ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, സാംസ്കാരിക അല്ലെങ്കിൽ പൈതൃക സൈറ്റുകൾ, പ്രകൃതി ആകർഷണങ്ങൾ അല്ലെങ്കിൽ യാത്രക്കാർ അന്വേഷിക്കുന്ന അതുല്യമായ അനുഭവങ്ങളുള്ള പ്രദേശങ്ങൾ എന്നിവ പരിഗണിക്കുക. നിങ്ങളുടെ ഹോം സ്റ്റേയിലേക്കുള്ള അതിഥികളുടെ സ്ഥിരമായ വരവ് ഉറപ്പാക്കാൻ അത്തരം സ്ഥലങ്ങളിൽ താമസിക്കുന്നതിനുള്ള ആവശ്യം വിശകലനം ചെയ്യുക. പ്രവേശനക്ഷമത. യാത്രക്കാർക്ക് എളുപ്പത്തിൽ വന്നെത്തിപ്പെടാൻ കഴിയുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. വിമാനത്താവളങ്ങൾ, ട്രെയിൻ സ്റ്റേഷനുകൾ അല്ലെങ്കിൽ പ്രധാന ഹൈവേകൾ പോലുള്ള ഗതാഗത കേന്ദ്രങ്ങളുടെ സാമീപ്യം പരിഗണിക്കുക. അതിഥികൾക്ക് സൗകര്യപ്രദമായി നിങ്ങളുടെ ഹോം സ്റ്റേയിലെത്താൻ ലൊക്കേഷനിൽ നല്ല കണക്ടിവിറ്റിയും ഗതാഗത സൗകര്യവും ഉണ്ടെന്ന് ഉറപ്പാക്കുക. പ്രാദേശിക ആകർഷണങ്ങൾ. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ലാൻഡ്മാർക്കുകൾ, പ്രകൃതി വിസ്മയങ്ങൾ അല്ലെങ്കിൽ വിനോദ പ്രവർത്തനങ്ങൾ എന്നിവ പോലെയുള്ള ആകർഷണങ്ങളുള്ള പ്രദേശങ്ങൾ തിരയുക. അതിഥികൾ പലപ്പോഴും ജനപ്രിയ ആകർഷണങ്ങളിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഹോം സ്റ്റേകൾ തിരഞ്ഞെടുക്കുന്നു. താമസിക്കുന്ന സമയത്ത് അവർക്ക് പരിവേഷണം ചെയ്യാനും ആസ്വദിക്കാനും ധാരാളം സ്ഥലങ്ങൾ ഉണ്ടെന്ന് ഉറപ്പാക്കുക. സുരക്ഷയും സംരക്ഷണവും. നിങ്ങളുടെ അതിഥികളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും മുൻഗണന നൽകുക. സുരക്ഷയും അതിഥികൾക്ക് സൗഹാർദ്ദമായ അന്തരീക്ഷം നൽകുകയും അടിയന്തര പ്രതികരണ സംവിധാനങ്ങൾ എന്നിവയുള്ള നല്ല ലൊക്കേഷൻ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ഹോം സ്റ്റേയിൽ താമസിക്കുന്ന സമയത്ത് അതിഥികൾക്ക് സുഖവും സുരക്ഷിതത്വവും അനുഭവപ്പെടണം. മാർക്കറ്റ് അനാലിസിസ്. ഹോം സ്റ്റേകളുടെ മത്സരവും ഡിമാൻഡും മനസ്സിലാക്കാൻ പ്രദേശത്തിന്റെ സമഗ്രമായ മാർക്കറ്റ് വിശകലനം നടത്തുക. നിലവിലുള്ള ഹോം സ്റ്റേകൾ, ഗസ്റ്റ് ഹൗസുകൾ, ഹോട്ടലുകൾ, സമീപത്തുള്ള മറ്റ് താമസ സൗകര്യങ്ങൾ എന്നിവ വിലയിരുത്തുക. നിങ്ങളുടെ ഹോം സ്റ്റേകൾക്ക് പൂർത്തിയാക്കാൻ കഴിയുന്ന വിപണിയിലെ വിടവുകൾ തിരിച്ചറിയാൻ അവരുടെ ഓഫറുകൾ, വിലനിർണ്ണയം, താമസ നിരക്കുകൾ, അതിഥി അവലോകനങ്ങൾ എന്നിവ വിലയിരുത്തുക. പ്രാദേശിക കമ്മ്യൂണിറ്റി പിന്തുണ. പ്രാദേശിക സമൂഹവുമായി നല്ല ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഹോം സ്റ്റേ വിജയിക്കുകയുള്ളൂ. പ്രാദേശിക കമ്മ്യൂണിറ്റി വിനോദസഞ്ചാരത്തെ പിന്തുണയ്ക്കുന്ന സ്ഥലങ്ങൾ പരിഗണിക്കുക. പ്രാദേശിക ബിസിനസ്സുകളുമായോ ആകർഷണങ്ങളുമായോ ടൂറിസം ഓർഗനൈസേഷനുമായോ സഹകരിക്കുന്നത് നിങ്ങളുടെ ഹോം സ്റ്റേ പ്രോത്സാഹിപ്പിക്കുന്നതിന് സഹായിക്കും. അടിസ്ഥാന സൗകര്യങ്ങൾ. തെരഞ്ഞെടുത്ത സ്ഥലത്ത് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത വിലയിരുത്തുക. വൈദ്യുതി, വെള്ളം, ഇന്റർനെറ്റ് കണക്ടിവിറ്റി തുടങ്ങിയ വിശ്വസനീയമായ യൂണിറ്റുകൾ ഉണ്ടെന്ന് ഉറപ്പാക്കുക. ഭക്ഷണശാലകൾ, ഷോപ്പുകൾ, മെഡിക്കൽ സൗകര്യങ്ങൾ, വിനോദ സൗകര്യങ്ങൾ എന്നിവ അതിഥികൾക്ക് കൂടുതൽ സൗകര്യപ്രദമാണ്. പ്രകൃതി പരിസ്ഥിതി. സ്ഥലത്തിന്റെ സ്വാഭാവിക പരിസ്ഥിതിയും ചുറ്റുപാടുകളും പരിഗണിക്കുക. മനോഹരമായ കാഴ്ചകൾ, പ്രകൃതിയുടെ സാമീപ്യം അല്ലെങ്കിൽ അതുല്യമായ പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്ന ഹോം സ്റ്റേകൾ അതിഥികൾ പലപ്പോഴും അഭിനന്ദിക്കുന്നു. മനോഹരവും ശാന്തവുമായ അന്തരീക്ഷം നിങ്ങളുടെ ഹോം സ്റ്റേയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് പ്രധാന ഘടകമാണ്. സോണിങ്ങും നിയമപരമായ പരിഗണനകളും. തിരഞ്ഞെടുത്ത സ്ഥലത്ത് ഒരു ഹോം സ്റ്റേ ബിസിനസ് നടത്തുന്നതിനുള്ള പ്രാദേശിക സോണിംഗ് നിയന്ത്രണങ്ങൾ, പെർമിറ്റുകൾ, നിയമപരമായ ആവശ്യകതകൾ എന്നിവയെക്കുറിച്ച് സ്വയം പരിചയപ്പെടുത്തുക. പ്രാദേശിക നിയമങ്ങൾ, ലൈസൻസിംഗ്, നികുതി നിയന്ത്രണങ്ങൾ, ഹോം സ്റ്റേ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രത്യേക നിയന്ത്രണങ്ങൾ എന്നിവ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. വ്യക്തിഗത കണക്ഷൻ. നിങ്ങൾക്ക് താല്പര്യമുള്ളതോ വ്യക്തിഗത ബന്ധമുള്ളതോ ആയ ഒരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ താല്പര്യവും പ്രദേശത്തെക്കുറിച്ചുള്ള അറിവും അതിഥികളുടെ അനുഭവം വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ഹോം സ്റ്റേ കൂടുതൽ ആധികാരികവും ആകർഷകമാക്കുകയും ചെയ്യും. നിങ്ങളുടെ ഹോം സ്റ്റേ ബിസിനസ്സിനായി ലൊക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ സമഗ്രമായ ഗവേഷണം, മാർക്കറ്റിംഗ് വിശകലനം, അതിഥി മുൻഗണനകൾ മനസ്സിലാക്കുക എന്നിവ അനിവാര്യമാണെന്ന് ഓർക്കുക. നിങ്ങളുടെ ബിസിനസ് ലക്ഷ്യങ്ങൾ, ടാർഗറ്റ് മാർക്കറ്റ്, നിങ്ങളുടെ അതിഥികൾക്ക് നൽകാൻ ലക്ഷ്യമിടുന്ന അതുല്യമായ അനുഭവം എന്നിവയുമായി പൊരുത്തപ്പെടുന്ന ഒരു ലൊക്കേഷൻ കണ്ടെത്താൻ ഈ ഘടകങ്ങൾ ശ്രദ്ധാപൂർവം പരിഗണിക്കുക. ഒരു ചെറിയ ഭാഗത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഇതുകൊണ്ട് മാത്രമായില്ല, നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നദികളോട് ചേർന്നോ, ഗ്രാമീണ പശ്ചാത്തലത്തിലോ, അതോ സിറ്റിയിലോ എവിടെയും ആയിക്കോട്ടെ, നിങ്ങളുടെ ഹോം സ്റ്റേ വളരെ മികച്ച രീതിയിൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ സാധിച്ചാൽ
അവിടെ ടൂറിസ്റ്റുകൾ അട്രാക്ട് ചെയ്യുമെന്ന കാര്യം വളരെ ഉറപ്പായതാണ്. ഹോം സ്റ്റേ ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ ലൊക്കേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ സിമ്പിളായി നിങ്ങൾക്ക് തന്നെ സ്വന്തമായി ഹോം സ്റ്റേ ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. ഈ കോഴ്സ് നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.